Hi my dear children, welcome to the next topic, adjustment of partners' capitals. പങ്കാളികളുടെ മൂലധന അക്കൗണ്ടിന്റെ ക്രമീകരണം. At the time of retirement or death of a partner, the remaining partners may decide to adjust their capital contributions in their profit sharing ratio. ഒരു പാർട്ണറുടെ വിരമിക്കൽ അല്ലെങ്കിൽ മരണസമയത്ത് റിമൈനിങ് പാർട്ട്നേഴ്സിന് അവരുടെ മൂലധന വിഹിതം അവരുടെ ലാഭവിഹിത അനുപാതത്തിലായിരിക്കണമെന്ന് തീരുമാനിക്കാം. അതായത് റിമൈനിങ് പാർട്ട്നേഴ്സിന് അവരുടെ പുതിയ ഫേമിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയെ ബേസ് ചെയ്താകണമെന്ന് തീരുമാനിക്കാം. In such a situation, the sum of balances in the capitals of continuing partners may be treated as the total capital of the new firm unless specified otherwise. ഇത്തരം സന്ദർഭത്തിൽ പ്രത്യേകിച്ച് മറ്റു രീതികളൊന്നും പറയുന്നില്ല എങ്കിൽ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ മൂലധന അക്കൗണ്ടിൻ്റെ ബാക്കിയുള്ള ആകെ തുക പുതിയ സ്ഥാപനത്തിൻ്റെ അതായത് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേമിൻ്റെ ആകെ മൂലധനമായി കണക്കാക്കേണ്ടതാണ്. Then to ascertain new capital of the continuing partners, the total capital of the firm is divided amongst the remaining partners as per the new profit sharing ratio. And the excess or deficiency of capital in the individual capital account may be worked out. Such excess or shortage shall be adjusted by withdrawal or contribution in cash as the case may be. അതായത് ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞു ഇപ്പം ഇങ്ങനെ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ പുതിയ ഫേമിൻ്റെ ചേഞ്ച് ചെയ്യാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ അതായത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വെച്ച് ചേഞ്ച് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട വരും? അപ്പോൾ അതിനുശേഷം റിമൈനിങ് പാർട്ട്നേഴ്സിൻ്റെ പുതിയ മൂലധനം അല്ലേ, കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സിൻ്റെ പുതിയ മൂലധനം എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇങ്ങനെ തുടരുന്ന പങ്കാളികളുടെ പുതിയ മൂലധനം കണ്ടെത്തുന്നതിന് പുതിയ സ്ഥാപനത്തിൻ്റെ ആകെ മൂലധനത്തെ അവരുടെ പുതിയ ലാഭവിഹിത അനുപാതത്തിൽ വിഭജിക്കുകയും ഓരോ പങ്കാളിയുടെയും മൂലധനത്തിൽ ഉണ്ടാകുന്ന മിച്ചമോ കുറവോ കണക്കാക്കുകയും ചെയ്യണം. എക്സസ് ആണോ ഡെഫിഷ്യൻസി ആണോ എന്ന് കണക്കാക്കുകയും ചെയ്യണം. അപ്പം അത്തരത്തിലുണ്ടാകുന്ന മിച്ചം അല്ലെങ്കിൽ കുറവ് പണം പിൻവലിക്കുന്നതിലൂടെയോ കൊണ്ടുവരുന്നതിലൂടെയോ പങ്കാളികളുടെ മൂലധന അക്കൗണ്ടിൽ ക്രമീകരിക്കേണ്ടതുമാണ്. അപ്പം അതിനുള്ള എൻട്രിയാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ പുതിയതായിട്ടുള്ള ക്യാപിറ്റൽ എത്ര വെച്ച് വേണമെന്ന് കണ്ടുപിടിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അവരുടെ അക്കൗണ്ടിൽ എക്സസ് ആയിരിക്കും, ചിലപ്പോൾ ഷോർട്ടേജ് ആയിരിക്കും. എക്സസ് ആണ് എങ്കിൽ ആ പാർട്ണർക്ക് വിഡ്രോ ചെയ്തുകൊണ്ട് പോകാം. ഷോർട്ടേജ് ആണ് എങ്കിൽ അത്രയും എമൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും? കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇത്രയുമുള്ള കാര്യം ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ ഒരു പാർട്ട്ണറിൻ്റെ ഡെത്ത് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഏതെങ്കിലും ഒന്ന് സംഭവിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് ഈ റീവാലുവേഷനും കാര്യങ്ങളും എല്ലാം ചെയ്തു കഴിഞ്ഞ് അവർ തീരുമാനിക്കുകയാണ് അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അവർ ചേഞ്ച് ചെയ്യണമെന്ന്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ക്യാപിറ്റലിൽ നിന്ന് അത് മാറ്റിയിട്ട് അവരുടെ ഇപ്പോഴുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇല്ലേ, ന്യൂ റേഷ്യോ, അത് വെച്ചിട്ട് അവരുടെ ക്യാപിറ്റലിനെ മാറ്റണമെന്ന് അവർ തീരുമാനിക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ മാറ്റിക്കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് നോക്കുമ്പോൾ അവരുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും എമൗണ്ട് കൂടുതലായിട്ടുണ്ട് എങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇപ്പോൾ കിടക്കുന്നത് കൂടുതലാണ് എങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്തപ്പോൾ 40,000 രൂപയാണ് ശരിക്കും ഇപ്പോൾ അനു എന്ന് പറയുന്ന ഒരു പാർട്ണർ കൊണ്ടുവരേണ്ടതെന്ന് വയ്ക്കാം. അനു ക്യാപിറ്റലായിട്ട് പുതിയ റേഷ്യോ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 40,000 രൂപയാണ് അനുവിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണേണ്ടതെന്ന് വിചാരിക്കാം. അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ
കിടക്കുന്ന ബാലൻസ് 45,000 രൂപയുണ്ട്. ശരിക്കും 40,000 രൂപ മതിയായിരുന്നു. പുതിയ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തതിനനുസരിച്ച് 40,000 രൂപ മതിയായിരുന്നു. പക്ഷേ അക്കൗണ്ടിൽ എത്ര കിടപ്പുണ്ട്? 45,000 രൂപ കിടക്കുന്നുണ്ട്. അപ്പോൾ 5,000 രൂപ അധികം കിടക്കുമല്ലേ, അത് എനിക്ക് എന്ത് ചെയ്യാം? വിഡ്രോ ചെയ്യാം അല്ലേ? കാരണം പുതിയ ക്യാപിറ്റൽ റേഷ്യോ പ്രകാരം എത്ര മാത്രം മതി? 40,000 രൂപ മതി ക്യാപിറ്റൽ അക്കൗണ്ടിൽ. അപ്പം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? 5,000 രൂപ അനു വിഡ്രോ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന എൻട്രി, അതായത് വിഡ്രോ ചെയ്യുമ്പം നമ്മുടെ ഫേമിൽ നിന്ന് ക്യാഷ് പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പം എന്താ എൻട്രി കൊടുക്കേണ്ടത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. വിഡ്രോ ചെയ്യുന്ന പാർട്ണറുടെ പേര് ഇപ്പം അനു എന്നാണെങ്കിൽ അനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. അതായത് നമ്മുടെ ഫേമിൽ നിന്ന് അത്രയും എമൗണ്ട് ആ പാർട്ണർ വിഡ്രോ ചെയ്യാണ്. കാരണം അക്കൗണ്ടിൽ അതിൽ കൂടുതൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ബാക്കി എക്സസ് ആയിട്ട് കിടക്കുന്ന എമൗണ്ട് പാർട്ണർ എന്ത് ചെയ്യുന്നു? വിഡ്രോ ചെയ്യുന്നു. ഇനി ഇത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ച് നോക്കിക്കേ. അതായത് 45,000 തുകയാണ് പുതിയ റേഷ്യോ പ്രകാരം കൊണ്ടുവരേണ്ടതെന്ന് വിചാരിക്കുക. പുതിയ റേഷ്യോ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അനുവിൻ്റെ ക്യാപിറ്റലിൽ അക്കൗണ്ടിൽ കാണേണ്ടത് 45,000 രൂപയാണെന്ന് വിചാരിക്കാം. പക്ഷെ ഇയാളുടെ അക്കൗണ്ടിൽ 40,000 രൂപയേ ഉള്ളൂ എന്നും ചിന്തിക്കാം. അങ്ങനെ വരുമ്പോൾ 5,000 രൂപ അവിടെ കുറവല്ലേ വരുന്നത്. അപ്പോൾ 5,000 രൂപ അയാൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം, ഫേമിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഏത് എൻട്രി വേണം എഴുതാനായിട്ട്? ഫേമിലേക്ക് ക്യാഷ് കൊണ്ടുവരുന്ന എൻട്രി വേണം നമ്മൾ രേഖപ്പെടുത്താനായിട്ട്. അപ്പോൾ ഫേമിലേക്ക് ക്യാഷ് വരുമ്പോൾ എന്താണ്? ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡെറ്റർ അല്ലേ, ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ക്യാഷ് 5,000 രൂപ അനു കൊണ്ടുവരികയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 5,000 ടു അനൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് 5,000 എന്ന് വേണം കാണിക്കാൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ എൻട്രി രേഖപ്പെടുത്തേണ്ടത്. ഇനി ഇത് 3 സിറ്റുവേഷനുകളിലുണ്ട്. അത് നമുക്ക് ഇല്ലസ്ട്രേഷൻ കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോളും. അപ്പം അതിന് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദി കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽസ് മേ ഇൻവോൾവ് എനി വൺ ഓഫ് ദ 3 വേസ്. 3 കേസുകൾ അതിന് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് കേസ് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. വെൻ capital of the new firm was decided by the partners is specified. അതായത് പുതിയ സ്ഥാപനത്തിൻ്റെ മൂലധനം പങ്കാളികളുടെ തീരുമാനപ്രകാരം സ്പഷ്ടമാക്കിയിട്ടുണ്ടെങ്കിൽ, സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ, അതായത് പുതിയ ഫേമിൻ്റെ ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ ഫേം എത്രയാണെന്ന് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. മോഹിത്, നീരജ് ആൻഡ് സോഹൻ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1:1. 3 പാർട്ട്നേഴ്സ്, അവരുടെ റേഷ്യോ 2:1:1. ഞാനിങ്ങനെ എഴുതുന്നു 2/4:1/4:1/4. നീരജ് റിട്ടയേഴ്സ്. ആരാ റിട്ടയർ ആണ്? നീരജ് റിട്ടയർ. ആൻഡ് മോഹിത് ആൻഡ് സോഹൻ ഡിസൈഡഡ് ദാറ്റ് ദ ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ ഫേം വിൽ ബി ഫിക്സ്ഡ് അറ്റ് ₹1,20,000. അപ്പം നീരജ് പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള ആരാണ്? മോഹിതും സോഹനുമാണ്. അവർ തീരുമാനിക്കുന്നു പുതിയ ഫേമിൻ്റെ ക്യാപിറ്റൽ എത്ര മതി? 1,20,000 മതി. കണ്ടോ, അതാണ് ഇവിടെ പറയുന്നത്. ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ ഫേം സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു സാഹചര്യം കണ്ടോ. ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ ഫേം സ്പെസിഫൈഡ് ആയിട്ട് പറയുകയാണ് എത്ര മതി എന്ന്? 1,20,000 എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് മോഹിത് ആൻഡ് സോഹൻ ഷോ എ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ₹82,000 and ₹41,000 respectively after making all the adjustments. അതായത് എല്ലാ ക്രമീകരണങ്ങളും നടത്തിയ ശേഷം മോഹിതിൻ്റെയും സോഹൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 82,000 41,000. Calculate the actual cash to be paid off or to be brought in by the continuing partners and pass necessary journal entries. അപ്പോൾ ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? എത്രയാണ്, അതായത് തുടരുന്ന പങ്കാളികൾക്ക് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടതും അല്ലെങ്കിൽ അവർ കൊണ്ടുവരേണ്ടതുമായിട്ടുള്ള തുക കണക്കാക്കുകയും ആവശ്യമായ ജേർണൽ എൻട്രീസ് എഴുതാനുമാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പുതിയ ഫേമിൻ്റെ ക്യാപിറ്റൽ ഫിക്സ് ചെയ്തേക്കുന്നത് 1,20,000 ആണ്. അപ്പോൾ അത്രയും മതി. അപ്പോൾ നമ്മളത് നമുക്കറിയാവില്ല, ഇവിടെ എന്നാണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ വേറൊന്നും പറയുന്നില്ലാത്തത് കൊണ്ട് ഏതാണ് ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് കണക്കാക്കുന്നു? 2:1 ആണ് അല്ലേ. അപ്പോൾ 2/3:1/3 എന്ന് എഴുതാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആദ്യം ന്യൂ ക്യാപിറ്റൽ ബേസ്ഡ്
ന്യൂ റേഷ്യോ പ്രകാരം പുതിയ ക്യാപിറ്റൽ രണ്ടുപേരുടെ എത്രയാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അതായത് പുതിയ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1,20,000 ആണ്. അപ്പം ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് സ്പെസിഫിക് ആണ് 2:1 ആണെന്ന് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് 1,20,000ൻ്റെ 2/3 പോർഷൻ ആരുടെ ക്യാപിറ്റലാണ്? മോഹിതിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലും കാണണം. അതുപോലെ 1,20,000ൻ്റെ 1/3 പോർഷനാണ് സോഹൻ്റെ ക്യാപിറ്റലായിട്ട് വരുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് 80,000 40,000 ആണ്. അപ്പോൾ 80,000 രൂപയാണ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പുതിയ ഫേമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ മോഹിത് കൊണ്ടുവരുന്നതായിട്ട് കാണിക്കേണ്ട എത്രയാണ്? 80,000. സോഹൻ്റേത് 40,000 ഇനി നിലവിൽ അവരുടെ ഫേമിൽ എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും കഴിഞ്ഞ ശേഷം നിലവിൽ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്ര വെച്ച് കടപ്പുണ്ടെന്നാണ് നോക്കിക്കേ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് മോഹിത് ആൻഡ് സോഹൻ. മോഹിതിൻ്റെ അക്കൗണ്ടിൽ നിലവിൽ എത്ര കടപ്പുണ്ട്? 82,000 കടപ്പുണ്ട് അല്ലേ. അതാണ് എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. സോഹൻ്റെ അക്കൗണ്ടിലോ 41,000. പക്ഷേ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഫേമിൽ ആകെ 1,20,000 മതി. അതിൽ 80,000 മാത്രമേ ആര് കൊണ്ടുവന്നാൽ മതി? മോഹിതിൻ്റെ അക്കൗണ്ടിൽ കണ്ടാൽ മതി അല്ലേ. മോഹിത് കൊണ്ടുവരുന്നതായിട്ട് എത്ര മതി? 80,000. സോഹൻ്റെ വീതമായിട്ട് എത്ര മതി? 40,000. പക്ഷേ എത്ര കടപ്പുണ്ട്? 41,000 നിലവിൽ കടപ്പുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 80,000 മതി. അതുകൊണ്ട് മോഹിതിന് 2,000 രൂപ എന്ത് ചെയ്യാം? വിഡ്രോ ചെയ്യാൻ പാടില്ലേ? 80,000 മതിയല്ലോ. റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആകെ 1,20,000 മതി. അതിൽ മോഹിതിൻ്റെ ഷെയർ എന്ന് പറയുന്നത് 80,000 മതി. പക്ഷേ ഇപ്പം അക്കൗണ്ടിൽ എത്ര കടപ്പുണ്ട്? 82,000 കടപ്പുണ്ട്. അതുകൊണ്ട് മോഹിതിന് ഈ 2,000 രൂപ എന്ത് ചെയ്യാം? വിഡ്രോ ചെയ്യാം. അതുപോലെ സോഹൻ്റെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴുള്ള വിഹിതം എന്ന് പറയുന്നത് എത്രയാണ്? 40,000 ആണ്. പക്ഷേ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് എത്ര കടപ്പുണ്ട്? 41,000 കടപ്പുണ്ട്. അതിനർത്ഥം എന്താണ്? 1,000 രൂപ ഇവിടെ കൂടുതലാണ്. സോഹൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നത് കൂടുതലാണ്. അതുകൊണ്ട് സോഹനും ഈ 1,000 രൂപ എന്ത് ചെയ്യാം? ഫേമിൽ നിന്ന് വിഡ്രോ ചെയ്യാം. അപ്പം നമ്മളിവിടെ ഏത് എൻട്രി എഴുതേണ്ടത്? എക്സസ് ക്യാപിറ്റൽ വിഡ്രോൺ ബൈ ദി പാർട്ണർ എന്നുള്ളതിൻ്റെ എൻട്രിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് എൻട്രി വരുന്നത്? എക്സസ് ഉള്ള പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്കിൽ. അതായത് നമ്മുടെ ഫേമിൽ നിന്ന് പൈസ പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെ അക്കൗണ്ടിൽ നിന്ന് പണം എന്ത് ചെയ്യാൻ പോവുകയാണ്? അവർ വിഡ്രോ ചെയ്യാൻ പോവുകയാണ്. കാരണം കൂടുതലാണ് ഇവിടെ കിടക്കുന്നത്, എക്സസ് ആണ്. അപ്പോൾ ഈ 2,000 1,000 രണ്ടുപേരും എന്ത് ചെയ്യുന്നതായിട്ട് എൻട്രി വേണം? വിഡ്രോ ചെയ്യുന്നതായിട്ട് ഉള്ള എൻട്രിയാണ് എഴുതേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ്? മോഹൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 2,000, സോഹൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 1,000 to cash account 3,000. Excess capital withdrawn by മോഹൻ ആൻഡ് സോഹൻ. എക്സസ് ക്യാപിറ്റൽ മോഹനും സോഹനും കൂടി എന്ത് ചെയ്തിരിക്കുന്നു? വിഡ്രോ ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ എൻട്രി രേഖപ്പെടുത്തേണ്ടത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഇനി 2 കേസ് കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.